ഉമ്മീസ് ഫുഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് പുതിയൊരു റെസിപ്പി പരിചയപ്പെട്ടാലോ? നല്ലൊരു റെസിപ്പിയാണ്. ഇത് വൈഫ് തന്നെ വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കണ്ടുപിടിച്ച റെസിപ്പിയാണ്. ഇത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ നല്ലൊരു ടേസ്റ്റാണ്, നല്ല സ്മോക്കി ഫ്ലേവറുള്ള ഒരു റെസിപ്പിയാണ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ടുള്ള മസാല നമുക്ക് ആദ്യം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു ഗ്രൈൻഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 5 പച്ചമുളക്, 2 ചെറിയ പീസ് ഇഞ്ചി, 12 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി പേസ്റ്റ് പലത്തിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മളിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള ആ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അതിനായി ചൂടായ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാല പുരട്ടിയ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയ പീസ് ചാർക്കോൾ ചൂടാക്കിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് നമുക്കൊന്ന് മൂടി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കുക. അതിനായിട്ട് ചൂടായ കടായിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക. അതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാള ചോപ്പ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അര ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് 1/2 കപ്പ് കുക്കിംഗ് ക്രീമും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് സ്മോക്ക് ചെയ്യാൻ വെച്ച ചിക്കൻ കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വെറുതെ പറയുന്നല്ല, സൂപ്പർ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അതേപോലെ നമ്മൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് സെർവ് ചെയ്യാനും അതേപോലെ ഒരു പുതുമയുള്ള റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.